അജന്ത ആ നമ്മളിപ്പോൾ ഒരു നല്ല ഹൈവേയിലോട്ട് കയറി. രണ്ട് സൈഡും പാറക്കടകൾക്കിടയിലൂടെ മറ്റേ വഴി വെട്ടിയെടുത്ത് ये GoPro है, ये 360 डिग्री कैमरा है. ठीक है भाई. നമ്മളിപ്പോൾ ഹൈവേ ഒക്കെ വിട്ട് വീട് ഒരു 2 ലൈൻ റോഡിലോട്ട് കയറി. അങ്ങ് ദൂരെ കുറച്ച് മലകളൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും നമ്മൾ കുറച്ചൊരു ഗാർഡ് സെക്ഷൻ ഇവിടെ കവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി റോഡ്, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. രണ്ട് സൈഡും വിജനമായ സ്ഥലങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ധാബകളും ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇത് സോലാപൂർ റൂട്ടാണ്. സോലാപൂരിന് ഇവിടുന്ന് ഏകദേശം 390 കിലോമീറ്റർ ആണുള്ളത്. സോ നമ്മൾ ഈ ഗാർഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന്. നമ്മളിപ്പോൾ ഒരു ഗാർഡ് സെക്ഷൻ ഒരു 2 കിലോമീറ്റർ വന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ കുറച്ച് സോളാർ പാനൽസ് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സോളാർ പവർ പ്ലാന്റ് ആണ്. മഹാരാഷ്ട്രയിലൂടെ പോകുമ്പോഴത്തേക്ക് ഒരു ഗാർഡ് സെക്ഷൻ എങ്കിലും നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അതുപോലെ അടിപൊളി മനോഹരമായിട്ടുള്ള കുറേ ഗാർഡ് സെക്ഷൻ റോഡുകളുണ്ട് മഹാരാഷ്ട്രയിൽ. അതിലൊന്നാണ് ഇത്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. ചെറിയൊരു ഗാർഡ് സെക്ഷൻ ആയിരുന്നു. ഏകദേശം ഒരു 10 കിലോമീറ്റർ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. എല്ലോറ. അപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്റർ ആണ് എല്ലോറ കേവ്സിലേക്കുള്ളത്. നമ്മൾ അജന്ത കേവ്സ് പോകുന്നില്ല. ഈ അജന്ത ആൻഡ് എല്ലോറ എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്താണ്. 100 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് രണ്ട് സ്ഥലവും തമ്മിൽ. നമ്മളിപ്പോൾ ഓൺ ദ വേയിൽ നമുക്കുള്ളത് എല്ലോറ കേവ്സ് ആണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി കുറച്ച് നേരം ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ എല്ലോറ കേവ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സോലാപൂരാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. ഈ എല്ലോറ കേവ്സ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ വേണ്ടി വരും. ഗൈഡിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൊത്തം ഹിസ്റ്ററി, അവിടുത്തെ പെയിൻറ്റിങ്സ്, അതിൻ്റെ അടുത്ത് ക്രാവിങ്സ്, അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കിട്ടും. ഇന്ന് ഞങ്ങൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കേവ് എന്ന് പറയുന്നത് കേവ് നമ്പർ 16 ആണ്. അതാണ് നമ്മുടെ 20 രൂപ നോട്ടിൽ കാണാം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കേവ് ടെമ്പിളാണിത്. മോണോലിത്ത് ഹില്ല് അല്ലെങ്കിൽ മോണോലിത്ത് റോക്കിൽ പണിതെടുത്താണ്. ഒരു 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പണി കഴിപ്പിച്ച നിർമ്മിതികളാണ് കേവിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നത്. നേരെ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നേരെ സോലാപൂരാണ്. ഇവിടെ ഏകദേശം ഒരു 6 മണിക്കൂറിന്റെ യാത്ര കാണിക്കുന്നുണ്ട്. 340 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്ക് തന്നെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് സോലാപൂർ തങ്ങി നാളെ സോലാപൂരിൽ നിന്ന് നേരെ ഹുബ്ലി, അത് കഴിഞ്ഞ് ഞായറാഴ്ച ഹുബ്ലി ടു ബാംഗ്ലൂർ. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി. ഇനി ഈ റോഡ് ഇതുപോലെ ആയിരിക്കുന്നതാണ് ഒരു പ്രതീക്ഷ. സമയം 6 മണിയായി കേട്ടോ.
വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ സോലാപ്പൂരിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ മുമ്പോട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു ശബല ഹെറിറ്റേജ് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ ഏകദേശം 8:30. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. ബാംഗ്ലൂർക്ക് ഇവിടുന്ന് 524 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത് ഇതൊരു നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. പിന്നെ ഇതിനടുത്ത് ഒരു ആദിൽ ഷാ ഡൈനാസ്റ്റി, ഒരു രാജവംശം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രാജാവ് പണി കഴിപ്പിച്ച ഒരു ഖബർ, വളരെ ഭംഗിയുള്ള ഒരു നിർമ്മിതി. കൂട്ടത്തിൽ രണ്ടുപേരും ഞാനും വേറെ പുള്ളിയും കൂടെ അതിരാവിലെ തന്നെ അങ്ങോട്ട് പോയി. ഒരു രക്ഷയിലായിരുന്നു. ഒരു അടിപൊളി സംഭവം. പഴയ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു കാഴ്ചയാണ് അത്. അതിനുള്ളിലാണ് ഒരു ഖബർ ഉണ്ട്. പിന്നെ നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമ്മൾ പതിയെ സംസാരിച്ചാൽ പോലും ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കും. എന്താ വിസ്പറിംഗ് ഗാലറി എന്നാണ് പേര്. നല്ല രസമായിരുന്നു. അപ്പം അതിന്റെ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. സൺറൈസിന്റെ സമയത്താണ് നമ്മളോട് ചെന്നത്. ഇതിനടുത്ത് തന്നെ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വേറൊരു ഖബറും കൂടി ഉണ്ട്. അതിന്റെ പേര് ഇബ്രാഹിം റൗസ എന്നാണ്. 40 രൂപയാണ് എൻട്രി ഫീസ്. നമ്മൾ താമസിച്ച ഹോം സ്റ്റേ ആണെങ്കിലും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ. നല്ല നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഫുഡിന് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നി. സ്റ്റേ ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. നോൺ എ സി റൂമാണ് നമ്മളെടുത്തത്, പക്ഷെ നല്ല അടിപൊളി റൂം. പിന്നെ ഇതൊരു ഫാം ഹൗസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എ സിയുടെ ആവശ്യം പോലും തോന്നുന്നില്ല. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ അടുത്ത പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വലിയൊരു നദിയുടെ മേലെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തുംഗഭദ്ര നദിയാണെന്നാണ്. ഇതിന് മേലെ കൂടെ അത്യാവശ്യം നല്ല നീളമുള്ളൊരു പാലമാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നീളം വരും ഈ പാലത്തിന്. 1 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട്. നദിയിൽ നല്ല വെള്ളമുണ്ട്. ഫുൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിർത്തുവാണ്. ഇത് ഹൈവേ സൈഡിലുള്ള ഹോട്ടൽ ഹരിയാന ഗുജറാത്ത് ധാബ. ഇവിടെ ഇഷ്ടംപോലെ ധാബകളുണ്ട് ഈ റൂട്ടിൽ. നമ്മൾ ഹൊസ്പേട്ട് എത്തി. ഇവിടുന്ന് ഏകദേശം 340 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്കുള്ളത്. ഫ്രണ്ടിലൊരു നല്ല ഒരു അടിപൊളി സീനാണ് കേട്ടോ. മലയുടെ മുകളിലെല്ലാം ഫുള്ള് മറ്റേ കാറ്റാടി യന്ത്രങ്ങൾ. നമ്മളിവിടെ ഒരു ടണലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ഈ റൂട്ടിലാണ് നമ്മൾ ഹംപി പോകുന്നത്. അടിപൊളി റോഡാണ് കേട്ടോ ഇതുവരെ വന്നത്. ഗൈസ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയർ.
സൺസെറ്റിൻ്റെ സമയത്ത് ഇവിടെ നിൽക്കണം, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ലഞ്ച് ബ്രേക്കിൽ നിർത്തുകയാണ്. അപ്പോൾ ഇനി ലഞ്ചിന് ശേഷം കാണാം. നമ്മളിപ്പോൾ തുംകൂർ റോഡ് ടോളിലാണുള്ളത്, നൈസ് റോഡ്. അപ്പോൾ നമ്മുടെ ഗുജറാത്ത് റൈഡിൻ്റെ ഫൈനൽ എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ ഇതിന്ന് ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ യാത്ര പറഞ്ഞു പോകും. പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ട്രിപ്പ് പ്ലാൻ ചെയ്തവരെ ഒന്ന് പരിചയപ്പെടാം. മിസ്റ്റർ യശസ്, താങ്ക്സ് ഫോർ പ്ലാനിങ് ദി റൈഡ്. ഐ മീൻ ഓൾ ഓഫ് യു ഗൈസ്. രജത് ബ്രോ, thank you so much. Yeah, we'll do more rides. Thanks to Dan and Pawan. 9 days 4500 kilometers. Super, thank you guys. ഏകദേശം 9 ദിവസത്തോളം ഉണ്ടായിരുന്ന നമ്മുടെ ഗുജറാത്ത് റൈഡിന്റെ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് ഇന്ന്. നമ്മുടെ ഏകദേശം ബാംഗ്ലൂർ എത്താറായി. അപ്പോൾ കൂടുതൽ എന്താ പറയേണ്ടത് അറിയത്തില്ല. അടിപൊളി റൈഡായിരുന്നു. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നോർത്ത് സൈഡിലോട്ട്. അതെന്താണെങ്കിലും നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു. കുറേ അധികം നല്ല മെമ്മറീസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റൈഡ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഒരു പുള്ളി കുറച്ച് നേരത്തെ പോയി, പുള്ളിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എൻഡ് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. 2 390 അഡ്വഞ്ചർ, പിന്നെ നമ്മുടെ ഡോമിനർ, പിന്നെ ഉണ്ടായിരുന്നത് ഇന്റർസെപ്റ്റർ 650. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ റൈഡ് പോയി നമ്മളിവിടെ തിരിച്ചു സാധിച്ചു. അതിന് നമ്മുടെ ബൈക്സിന് ഒരു വലിയ താങ്ക്സ്. ഗുജറാത്ത് റൈഡിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പുതിയ റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.